3, 2. നിനക്ക് എന്താ പറയാനുള്ളേ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നീ പറ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. സ്പെയിൻ എന്നുള്ള സബ്സ്ക്രൈബർ അല്ലേ? ആഹാ. Presented to Nisha A. Jiju for passing 1 lakh subscribers. YouTube. ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തത്, വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ പേര് റാഗി മുതൽ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേ ഞങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും ഉണ്ട്. സിൽവർ പ്ലേ ബട്ടൺ കുറച്ച് ദിവസം മുന്നേ തന്നെ കിട്ടിയിട്ടോ. ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, പ്രിയയ്ക്കും വൈശ്വനും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ 1 lakh അടിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടാവണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് എന്തോ കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സാറ്റർഡേ വന്നു, പിന്നെ സൺഡേ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ആയിരുന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ ലഞ്ചും നല്ല ലേറ്റായി. അപ്പോൾ ലഞ്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് 1-2 റീൽസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റീൽസ് ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള എൻഷെഫ് റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ. വിദ്യാരണ്യപുരയിലെ എൻഷെഫ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ വീറ്റ് പൊറോട്ട ഓർഡർ ചെയ്തു, പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു, നോർമൽ കേരള പൊറോട്ടയില്ല അത് ഓർഡർ ചെയ്തു, പിന്നെ ചില്ലി പനീരും മഷ്റൂം മസാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് വേണ്ടിയിട്ട് ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ ചില്ലി പനീരും അതേപോലെ മഷ്റൂം മസാല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം ഇന്ന് പോയപ്പം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചോറും ഇല്ലായിരുന്നു, ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തു. പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പൈസി ആക്കാൻ പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് സ്പൈസി ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്പൈസ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പനീർ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം 4-4:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് നമ്മൾ വീടിൻ്റെ അടുത്തൊരു പാർക്കില്ല, ഞാൻ എപ്പോഴും നടക്കാൻ പോകുന്നൊരു പാർക്ക്, അവിടെ പോയിട്ട് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സിൽവർ ബട്ടൺ ഇതാ എത്തിയിരിക്കുകയാണ്. നിഷ കമോൺ കമോൺ നിഷ, നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോ ആ സുന്ദര നിമിഷത്തിന് സാക്ഷിയാകാൻ കിട്ടിയിട്ട് ഒരു 2-3 ദിവസമായി കേട്ടോ. പക്ഷെ നമ്മൾ തുറന്നിട്ടില്ല, കാരണം നമ്മള് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അവരുണ്ട് ഇവിടെ, അവർ വരും, വീഡിയോയിൽ വരും. അത് അമ്മേനോട് ചോദിച്ചോണ്ടിരിക്കുന്ന എന്തുവാ 3, 2. ഓ യൂട്യൂബിലെ ലെറ്റർ നോക്കൂ നോക്കൂ, ഒരു ലെറ്റർ. ഓക്കെ, ഒരു ലെറ്റർ ഉണ്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ വേറൊരു ഐഡിയിൽ നിന്ന് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ. സെക്കൻഡ് സബ്സ്ക്രൈബറും എനിക്ക് ഓർമ്മയായിട്ട് ജിജുവേട്ടനായിരുന്നു, കാരണം ജിജുവേട്ടൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ തന്നെ ചെയ്യിപ്പിച്ചാണ്. അങ്ങനെ ആദ്യത്തെ ഒരു 5 പേരെ എനിക്ക് നല്ല ഓർമ്മയായിട്ട്, കാരണം എനിക്കറിയാവുന്ന ഒരു 5 പേരൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചത്. അവാർഡ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആട്ടോ. എനിക്ക് ഇത് വലിയൊരു അവാർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും താങ്ക്സും പറയുന്നുണ്ട്, ഒപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇത് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ. സോ ക്യൂട്ട് അല്ലേ? Presented to Nisha A. Jiju for passing 1 lakh subscribers. Wow, cheer up. Yay! Hooray, hooray, hooray. നമ്മളെ സാധനം ഞാനുണ്ടല്ലോ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കുറേ പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ പറഞ്ഞിട്ടുള്ള 2 പേര് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇവര് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് റിവീൽ ചെയ്യാനായിട്ട്, ഒന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. എത്ര വെയിറ്റ് എന്ന് പറയും, 3 ദിവസമായിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ കളിയാക്കല്ലേട്ടാ. പ്രിയ, ഇവർക്ക് presented to Nisha A. Jiju for passing 1 lakh subscribers. YouTube. Wow! How do you feel, Kuku? എല്ലാരോടും പറഞ്ഞേ. What do you have to say? പ്രൗഡോ? ആരെ കുറിച്ച്? അമ്മേനെ കുറിച്ചോ? എന്താ പറയാനുള്ളേ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നീ പറ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്.
സ്പെയിൻ എന്നുള്ള സബ്സ്ക്രൈബർ അല്ലേ? സന്തോഷം. ആഹാ. സോ ഹാപ്പി. ഇതായിപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ഫ്രണ്ടിനെ ആട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ബിനീഷ് എന്നാണ്. അവനിപ്പോൾ സ്പെയിനിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഈ സമയം നമ്മുടെ കൂടെ ഉണ്ടായേനെ. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ കോൾ വഴി ഒന്ന് കാണിച്ചു കൊടുത്തതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. കാരണം അവനോട് ഞാൻ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇത് സംഭവം വന്നിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ടൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് HMT ഗ്രൗണ്ടിൽ മേള നടക്കുന്നുണ്ട് കേട്ടോ. ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ അഥവാ ജലഹള്ളി അല്ലാന്നുണ്ടെങ്കിൽ യലങ്ക, വിദ്യാനന്തപുരം ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് അടുത്തായിരിക്കും. നമ്മുടെ HMT തിയേറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് HMT ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. 3 വയസ്സിന് മുകളിൽ അങ്ങോട്ടേക്ക് 50 റുപ്പീസാണ്. ഇപ്പോൾ 50 റുപ്പീസ് കൊടുത്തിട്ട് കയറുന്നത് വർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആനിമൽസ് ഉണ്ട്, പെറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ കുറേ വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തോ ഒന്ന് അവർ കണ്ടുവച്ചു എന്നുള്ളത്. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് തുടങ്ങി, അമ്മ അതിൽ കയറണം, ഇതിൽ കയറണം, കളിക്കാനായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, എല്ലാത്തിലും കേട്ടില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടല്ലോ ഇവർ പറയുന്ന എല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു എനിക്കത് ഭയങ്കരമായിട്ട് നല്ല കാര്യം തോന്നാറില്ല. അവർ പറയുന്ന എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരു കുറച്ച് ഹാപ്പിനെസ് കിട്ടും, നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം പ്രൈസിൻ്റെ അല്ല, പക്ഷേ നമ്മളുണ്ടല്ലോ അവർ പറയുമ്പോൾ തന്നെ എല്ലാം സാധിച്ചു കൊടുക്കുകയാണെങ്കിലേ ഇവർക്ക് തോന്നും ഓക്കെ എല്ലാം ഈസി ആയിട്ട് കിട്ടും എന്നുള്ളത് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അവൾ ചോദിച്ചോണ്ടേ എല്ലാം സാധിച്ചു കൊടുക്കാറില്ല. അപ്പം ഇത് എന്നോട് ചോദിച്ചായിരുന്നു, ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണം എന്നുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു അമ്മ ഇതൊന്ന് കളിപ്പിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഞങ്ങൾ കളിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ വീടിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കത് മനസ്സിലായി, അത്രേ ഉള്ളൂ. ആ ഒരു ഗെയിം മാത്രം കളിച്ചിട്ട് അവൾ വന്നു. അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എക്സിബിഷന് പോകുമ്പം ഞാൻ ആദ്യം നോക്കുന്ന 1 ഡെക്കറേറ്റീവ് ഐറ്റംസ്, 2 നമ്മുടെ പാത്രങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും, മൺചട്ടികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പൊതുവേ ഇങ്ങനത്തെ എക്സിബിഷനും മേളയിലൊക്കെ അതൊക്കെ ഉണ്ടാവേ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ മൺചട്ടികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. പ്രൈസ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ബുദ്ധ സ്റ്റാച്ചു വാങ്ങിക്കണം എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളതും ബുദ്ധ പെയിൻറ്റിങ്സ് തന്നെയാണ്, ബുദ്ധയുടെ പിക്ചേഴ്സ് തന്നെയാണ് കൂടുതൽ വരച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ഭയങ്കര പീസ്, എന്തോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പീസ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ എവിടെ പോയാലും നോക്കുന്ന ഒരു ബുദ്ധ സ്റ്റാച്ചു മേടിക്കണം എന്നൊക്കെ നോക്കാറുണ്ട്. ഇതുവരെയായിട്ട് വാങ്ങിച്ചിട്ടില്ലേ. ഇവിടെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ചോദിച്ച് നോക്കാമെന്ന് വെച്ചാൽ പ്രൈസ് ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ്, അത്രയ്ക്കും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെ കറങ്ങി നടന്നപ്പോൾ ഞാൻ വിചാരിച്ചത് മൺചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിക്കാൻ നോക്കിയപ്പോൾ മൺചട്ടിയും കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ ഒരു ഡ്രീം ക്യാച്ചറിലൊന്ന് പിടിച്ചു. ഡ്രീം ക്യാച്ചർ ഒന്ന് ചോദിച്ചു നോക്കാം, റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു നോക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെറുതിന് 2000 റുപ്പീസ് പറഞ്ഞു. 2000 റുപ്പീസിനുള്ളൊരു ഡ്രീം ക്യാച്ചർ മേടിച്ച് വീട്ടിൽ വെക്കാൻ എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി. സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി വന്നു. പിന്നെ സാധാരണ ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെരുപ്പ്, കുർത്തീസൊക്കെ ഉണ്ടാവാറുണ്ട്. അതും ഇല്ല കേട്ടോ, അതും ഇവിടെ ഇല്ലായിരുന്നു. ആകെ എനിക്ക് ഓക്കെ തോന്നിയത് ഇങ്ങനത്തെ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റിയതാണ്. കുറച്ച് അധികം വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ ലിസേർഡ്സ് ഉണ്ടായിരുന്നു. അതല്ലാതെ കുറച്ച് റാറ്റും ലൈക്ക് വെറൈറ്റി ഓഫ് റാറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഓക്കെ അത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. പിന്നെ കുഞ്ഞിന് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, ത്രൂ ഔട്ട് അവൾ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവൾക്കത് ഇഷ്ടപ്പെടുമല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ അവർക്കും വേണ്ടത്. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയേക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഓക്കെ ഇന്നൊക്കെ അവിടെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നേ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇൻ കേസ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല. ഇതിനേക്കാട്ടും ഇത് നമ്മുടെ എലങ്കൽ ജെമിനി സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതിന് പോയാൽ മതി എന്ന് തോന്നിപ്പോയി. ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തു. ഇപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അത് നോക്കാൻ വിട്ടുപോയി എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത്. മോസ്റ്റ്ലി ഈ മന്ത് എൻഡ് വരെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് പോവാം, അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക്
എൻ്റർടൈനിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പം അവർക്ക് ഇഷ്ടപ്പെടും. ഇതല്ലാതെ കുറേ അടുത്ത് മേള ഫെയർ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ജലളി ക്രോസ് ഇല്ലേ, അവിടെ എന്തോ ഒരു വലിയ ഫെയർ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ കാണാനുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. അത് വലിയൊരു ഫെയർ ആണ്. ഞാനത് കണ്ടിരുന്നു, പക്ഷെ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പറ്റുമെങ്കിൽ ഒന്ന് പോകണം. എന്തായാലും ഈ ആഴ്ച പറ്റിയില്ല, നെക്സ്റ്റ് വീക്ക് നോക്കട്ടെ. ഇപ്പം ഞങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ചാറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി. ഞങ്ങൾ 4 പേര് മാത്രം. ജിജുവേട്ടനില്ലായിരുന്നു കേട്ടോ, കാരണം ജിജുവേട്ടൻ ഇതൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജിജുവേട്ടൻ നേരെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബംഗാർപേട്ട ചാറ്റ്സിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ചാറ്റ്സ് കഴിച്ചു, പാനിപ്പൂരി കഴിച്ചു, ദഹിപ്പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മസാലപ്പൂരി വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നെറ്റ്ഫ്ലിക്സിൽ ഏതോ ഒരു ഹൊറർ കോമഡി മൂവി ഇരുന്ന് കണ്ടു. നല്ല മൂവിയായിരുന്നു, പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് ഒരു 1 o'clock വരെയൊക്കെ ഇരുന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഞങ്ങൾ പിന്നെ ക്യാപ്റ്റൻ മില്ലർ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മൂവിയാണ്, കാണാത്തവരൊന്നും പോയി കാണുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ടാറ്റാ.